സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവപിതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാം. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വിശേഷപ്പെട്ട കൃപാവരങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. സാധാരണ മനുഷ്യരെ അസാധാരണ വ്യക്തിത്വങ്ങൾക്ക് ഉടമകളാക്കി, യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി, ആത്മാവിനാൽ ശക്തിയാൽ നിറച്ച് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുവാൻ കഴിവുള്ള ഈ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.